ഒലിക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വേസ്റ്റ് പ്ലേറ്റ് വെച്ചിട്ട് റബ്ബറിൻ്റെ കുരു വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നന്നായിട്ട് ചെയ്യണമെങ്കിൽ ഇത് സെയിൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാളിലൊക്കെ തൂക്കാനും നല്ല രസം ഉണ്ടാവും കേട്ടോ, ചുമരിലൊക്കെ വെക്കാനൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മളൊരു വേസ്റ്റായ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് കുറുന്തോട്ടിയുടെ ഒരു തണ്ട് തൊലി കളഞ്ഞിവിടെ വെച്ചിരുന്ന അതിൻ്റെ ഒരു തണ്ട് എടുത്തതാട്ടോ. പിന്നെ ഒരു 5 റബ്ബറിൻ്റെ കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളർ പെയിന്റ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീന്, ഒരു 3-4 കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ ആവശ്യമുള്ളത് ഏതാ വെച്ചാൽ നമുക്കപ്പോൾ എടുക്കാം. അപ്പം ഞാൻ പറയാതെ ഏതാ കളർ ഇപ്പോൾ എടുക്കുന്നത് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും പെയിന്റ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബ്രഷാണ്, ഒരു ഗ്ലൂ ഗണ്ണും എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊരു ഐറ്റം ചെയ്യാം. ബ്ലാക്ക് കളർ പെയിന്റ് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഫുള്ളായിട്ടൊന്ന് അടിച്ചിട്ട് നമുക്കൊന്ന് ഉണക്കാൻ വെക്കാം. ബ്ലാക്ക് ഫുള്ളായിട്ട് അടിക്കൽ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഉണക്കാൻ വെക്കുക. ബാക്ക് വശം അടിക്കുന്നില്ല, കാരണം അത് നമ്മൾ ഒട്ടിക്കുന്ന ഭാഗമായതുകൊണ്ട് ബാക്ക് വശം അടിക്കുന്നില്ല കേട്ടോ. ഫ്രണ്ട് വശത്ത് മാത്രമേ അടിക്കുന്നുള്ളൂ. ചെറിയ ബ്രഷ് വേണം, എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് പരക്കുന്നുണ്ടല്ലെങ്കിൽ. അപ്പം ഈ തലയുടെ ഭാഗം നമ്മൾ അടിച്ചെടുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു സൈഡ് വൈറ്റ് കളറും ഒരു സൈഡ് കുറച്ച് ഡാർക്ക് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് സൈഡിൽ ഒരു ഡാർക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാട്ടോ അതിൻ്റെ സൈഡ് കൊടുക്കുന്നത്. ഡാർക്ക് ഈ ഒരു സൈഡ് കൊടുത്തു. സൈഡ് നമുക്ക് വൈറ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. ഇനി 2 കണ്ണ് ഒരു കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുകൊണ്ട് ചെറിയ ചെറിയ ഓരോ കുത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കൊക്കിന് ഒരു റെഡ് കളർ കൊടുക്കുന്നുണ്ട്. റെഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്കും കൊണ്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് ചെറിയൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയൊരു ലൈന് പോലെ വരച്ചു കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട്. വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇത് നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറുന്തോട്ടിയുടെ വേരാണ് കേട്ടോ, വേരല്ല തണ്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഇലയിട്ട് 2 ഇല കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പുളിയുടെ കുരുവാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇന്ന് 2 കുരു ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നീലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ചെറുതായിട്ട്. കാരണം ഈ നീലല്ല, വേറൊരു നീലയാണ് വേണ്ടത്. ചെറുതായിട്ട് കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. വൈറ്റ് ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇതിൽ നീലടിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇലയ്ക്ക് പച്ച കളർ കൊടുക്കാം. ഒരു 2 പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിങ്ങനെ ഉണ്ട്, അതൊരു വള്ളി പോലെ നമുക്ക് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വള്ളിക്കൊരു കുറ്റിച്ചെടി പോലെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഇതിപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കൊടുക്കണമെങ്കിൽ ഡാർക്ക് കൊടുക്കാം. ഞാൻ ഈ ലൈറ്റ് എൻ്റെ കയ്യിൽ ഈ ലൈറ്റേ ഉള്ളൂ, അതാണ് ഞാൻ ലൈറ്റ് കൊടുത്തത് കേട്ടോ. ഇതിൽ നമ്മൾ വേറൊരു മരത്തിൻ്റെ കളറും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ വെറും കളറ് ഇതേപോലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ രസമാണ്. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തോളൂ കേട്ടോ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇതിവിടെ അടിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച് മുങ്ങേനെ ഇതിലേക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയും ഇതന്നെ വേണമെന്നില്ല കേട്ടോ, തത്തമ്മ ഉണ്ടാക്കാം. ഈ റബ്ബറും കുരുവും കൊണ്ട് തന്നെ പലതും ഉണ്ടാക്കാം. എങ്ങനെ നിങ്ങൾക്ക് ഭംഗി തോന്നുന്നു വെച്ചാൽ അതേപോലെ ഉണ്ടാക്കാം കേട്ടോ. ഇല്ലാണ്ട് പുല്ലുണ്ട്, അതിവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ഒന്ന് അക്വേറിയത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നി ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന്, അങ്ങനെ ഒട്ടിച്ചാട്ടോ അത്. ഒരു ചെറിയൊരു ക്ലേ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വട്ടത്തിലാക്കിയിട്ട് അതൊന്നുകൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, വട്ടത്തിൽ. പെട്ടെന്ന് ഉണങ്ങുന്നതിൻ്റെ മുന്നേ ഇതിങ്ങനെ അടിച്ചടിച്ചിട്ടേ ടൈം കിട്ടിയില്ല. ഇത് കുറേ ലോങ് വീഡിയോ ആവുള്ളൂ എന്ന് വെച്ചിട്ട് വേഗം വേഗം നമ്മൾ ചെയ്യുന്നുണ്ട്, അത് കാരണം കൊണ്ടാണ്. ഇനി ഇതിൻ്റെ അവിടെ ചെറിയ ഓരോ കുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞൂടെ ചെറിയ 2 ഞരമ്പ് പോലെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഇത് നമ്മൾ ഇവിടെ വേസ്റ്റ് ആയിട്ടൊന്നും ഇരുന്നായിരുന്നു. ഇതിൽ നല്ല ഭംഗിയുള്ള ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ചുമരിലൊക്കെ ഇങ്ങനെ തൂക്കാൻ വേസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കല്ലേ, പെയിൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.